ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എക്സിസ്റ്റിംഗ് ക്ലയൻസ് ചോദിക്കാറുണ്ട്, അജ്മൽ ഒരു 10 lakhs ഉണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാനപ്പോൾ 2 ഓപ്ഷൻസാണ് പറയുക. ഒന്നുകിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു FD പോലെ ഇടാം. പല ആളുകൾക്കും അറിയില്ല മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ബാങ്ക് FD ഇടുന്ന പോലെ തന്നെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ബാങ്ക് ആണെങ്കിൽ നമുക്ക് തരുന്നത് ഇപ്പോൾ 6 to 7% അല്ലേ. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും 12% to 15% കോമ്പൗണ്ടിങ് ഗ്രോത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഒരു 5 വർഷത്തിന് വേണ്ടി മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ ആഫ്റ്റർ 5 years നിങ്ങൾക്ക് 20 lakhs അപ്രോക്സിമേറ്റ് വിഡ്രോ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ഈ ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 time ഇൻവെസ്റ്റ്മെൻറ്റ് പെൻഷൻ ഫണ്ടിലേക്ക് ഇടാം. ഒന്നുകിൽ നിങ്ങൾക്ക് LICയുടെ ജീവൻ അക്ഷയ എന്നൊരു പ്ലാൻ ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ മേടിക്കാം ആജീവനാന്തം. നിങ്ങൾക്ക് അടുത്ത കൊല്ലം മുതൽ എല്ലാ മാസം മേടിക്കാം. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കുറച്ച് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ആജീവനാന്തം മീൻസ് 100 വയസ്സ് വരെ ഒരു മാറ്റവും ഇല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുക. ഈ പെൻഷൻ ഫണ്ടിൽ ഒരു ഫീച്ചറുണ്ട്, ഒരു ഹസ്ബൻഡിന് ലൈഫ് ലോങ് പെൻഷൻ, ഹസ്ബൻഡ് കാലശേഷം സ്പൗസിന് ലൈഫ് ലോങ് പെൻഷൻ. 2 പേരുടെയും കാലശേഷം ഡെപ്പോസിറ്റ് എമൗണ്ടിൻ്റെ 105%, 10 ലക്ഷം രൂപയാണെങ്കിൽ 10,50,000 നോമിനി കൊടുക്കും. ഡിയർ ഫ്രണ്ട്സ്, ഫണ്ട് ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ. നിങ്ങളുടെ പർപ്പസിന്, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.